ഞാൻ എൻ്റെ സിക്സ് സെക്ഷൻ്റെ അതിൻ്റെ ഒരു പെയിൻറ്റിലും കാര്യങ്ങളിലാണ്. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവരും തമ്മിൽ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ എന്തായിരിക്കുമെന്ന്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പോകുന്നത് കേട്ടോ. അപ്പം ഡെലിവറിക്കാണോ ഈ ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് എനിക്കറിയില്ല. ഞാൻ ഡെലിവറി അവൻ എന്നെയാണോ ഇന്ന് പോകുന്നത് എനിക്കറിയില്ല. കാരണം വെച്ചാൽ എൻ്റെ ഡ്യൂ ഡേറ്റ് 25 കേട്ടോ ഡേറ്റ് വരുന്നത്. അപ്പോൾ ഇനി 4 ഡേയ്സേ ബാക്കിയുള്ളൂ 25 ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മൾ ജൂൺ 7 കാണിച്ച സമയത്ത് ജൂൺ 17 പോകാനാണ് പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് പ്രത്യേകിച്ചൊന്നും കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളൊന്നും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ അതിനുശേഷം മെസ്സേജ് ആക്കിയപ്പോൾ എന്താ 19 വാങ്ങുന്നു പറഞ്ഞു. അപ്പോഴും അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അന്നും പോയില്ല. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ 20-ാം തീയതിയാണ് ഞാൻ വീഡിയോ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് പോകാമെന്ന് വിചാരിച്ചു. കാരണം വെച്ചാൽ 4 ദിവസം ബാക്കിയില്ല. അപ്പോൾ ഇന്ന് ഡോക്ടർ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ എന്ന് അറിയാമെന്ന് വിചാരിച്ച് പോകാൻ. പക്ഷേ ഞാൻ ഡോക്ടർ പിന്നെ മെസ്സേജ് ആക്കിയ സമയത്ത് ഡോക്ടർ പറഞ്ഞ് അഡ്മിറ്റ് ആണെന്നുള്ള രീതിയിൽ തന്നെ എല്ലാം എടുത്തിട്ടുണ്ട് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു ചെറിയൊരു ബേജാറ്. കാരണം ഞങ്ങൾക്കങ്ങനെ വേദന ഉണ്ടോയെന്ന് ചോദിച്ചാൽ കോൺട്രാക്ഷൻ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. പക്ഷേ റെഗുലറായിട്ടൊന്നുമല്ല. ഒന്ന് പറഞ്ഞൊക്കെ ചെയ്യുമ്പോൾ അതങ്ങോട്ട് പോകും. അതുകൊണ്ട് അങ്ങനെ വലിയ ആക്റ്റീവ് ലാബ് പെയിനിലേക്കൊന്നും ഞാൻ എത്തിയിട്ടൊന്നുമില്ല. കാരണം അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഇവിടെ സംസാരിക്കാൻ അങ്ങനെ ഇരിക്കണമെന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ കുഞ്ഞു ഒരു കോൺട്രാക്ഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എപ്പോഴും അങ്ങനെ വന്ന് പോകുന്നതല്ലാണ്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് പോകുമ്പോൾ ഒരു വേദാറുള്ളത്. കാരണം പോയാൽ ഡെലിവറി ഉണ്ടാവുമോ അല്ല തിരിച്ച് വരേണ്ടി വരും. കാരണം എല്ലാം എടുത്തിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഒരു എന്തൊരു പോലെ എനിക്ക് ആഗ്രഹം ഉണ്ടായതിന് ഒന്ന് വാട്ടർ ബ്രേക്ക് ആയിട്ടോ അല്ലെങ്കിൽ ചെറുങ്ങനെങ്കിൽ ബ്ലഡിൻ്റെ ഇത് കണ്ടിട്ടില്ലോ അല്ലെങ്കിൽ കുറച്ച് പെയിന് അധികം വന്നിട്ടൊക്കെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായി. പക്ഷേ ഇത്രയും നാൾ ഞാൻ അങ്ങനെ എന്തെങ്കിലും വരുമോ വെച്ച് കാത്തു നിന്നിട്ടാണ് നിന്നത്. പക്ഷേ ഇനി 4 ദിവസം മാത്രം ബാക്കിയില്ലെന്നുകൊണ്ട് ഇന്ന് പോയി ചെക്ക് ചെയ്തിട്ട് എന്താ പറയുന്നത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് പോകാൻ വേണ്ടി ശ്രദ്ധിച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് ഇങ്ങനെ നീട്ടി വലിക്കുന്നില്ല. ഇനിയിപ്പോൾ ഇന്ന് പോയാൽ അപ്പം തന്നെ തിരിച്ച് വരുമെന്നും എനിക്ക് പറയാൻ കഴിയില്ല. ഒന്നുമില്ലെങ്കിൽ ചിലപ്പോൾ തിരിച്ച് വരേണ്ടി വരുമോയെന്ന് അറിയില്ല. മോസ്റ്റ്ലി നമുക്ക് സി സെക്ഷൻ ആയതുകൊണ്ട് തന്നെ എങ്ങനെയാണെന്നും ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇത് ഇപ്പോൾ ഞാൻ ഇൻട്രോ എടുക്കുമ്പോൾ എനിക്കറിയില്ല. ഞാൻ ഡെലിവറിക്ക് വേണ്ടിയിട്ട് എന്നാണോ പോകുന്നത്. ഞാൻ ഒരുപാട് പ്രസവിക്കുന്നതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ കൊണ്ടേ എല്ലാം ഇപ്പോൾ പോകാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇൻട്രോ ഇത്രയൊക്കെ മതി. ഇനി പോകാൻ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് കാണാം. അപ്പോൾ സീവ് ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് വരണത്ര. അപ്പോൾ അവർ വന്നിട്ട് വേണം പോകാൻ വേണ്ടി. അപ്പോൾ ഫ്രണ്ട്സ് കഴിയുമ്പോഴത്തേക്ക് ഞാനൊന്ന് റെഡിയായി നിന്നതാണ്. അപ്പം ജസ്റ്റ് ഒന്ന് പ്രത്യേകിച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ കൊണ്ടുപോകുന്ന സാധനങ്ങൾ. ഇത് ബേബിൻ്റെ നമ്മുടെ റെഡിൽ ഷെൻജുവിൻ്റെ അതെൻ്റേത്, അതും എൻ്റേത്. പിന്നെ കുറച്ച് ഐറ്റംസ് ഇതിലുണ്ട്. ബക്കറ്റ് ഇപ്പോൾ എടുത്ത് വെച്ചാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും ഷെൻജു വന്ന് ഓർഡറൊക്കെ റെഡിയാക്കി പോകുമ്പോൾ കാണാം കേട്ടോ. ഒന്ന് വെക്കാതെ വേണ്ടേ? ഹായ് ഗായ്സ്, ഇങ്ങനെ നമ്മുടെ എന്താണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ തിരിച്ച് പോകാനൊരു രീതിയിലാണ് വന്നിട്ട്. ഒന്നുമില്ലെങ്കിൽ ഡോക്ടർ ചെക്ക് ചെയ്ത് ഇങ്ങനെ 1 സെൻറ്റിമീറ്റർ ജസ്റ്റ് ഓപ്പൺ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. കുറച്ച് ഫ്ലൂയിഡ് കുറച്ച് കുറവായതുകൊണ്ട് കുറച്ചുകൂടെ അഡ്മിറ്റ് ആയിക്കോ. കാരണം ഇനി 25 ഡേറ്റാണ് 4 ദിവസമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് അഡ്മിറ്റ് ആയിക്കോ എന്നിട്ട് ഇങ്ങനെ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നാളെ ജസ്റ്റ് നോക്കിയിട്ട് നാളെ മാത്രമേ ഗ്ലൂക്കോസ് കയറ്റുള്ളൂ കേട്ടോ, ഇൻഷാ അല്ലാഹ്. അപ്പം ഇത്രയാണ് ഇന്നത്തെ കലാപ്പിക്ക്. ഫുഡ് വാങ്ങിക്കാൻ പോയിട്ടുണ്ട്. ഓക്കെ, ഫുഡ് കഴിക്കുന്നത് കാണിക്കില്ല കേട്ടോ.
ഗൈസ്, ഞാനിങ്ങനെ കുറച്ച് നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇക്കാസിയൊക്കെ പരിചയമൊക്കെ പോയി. ഇപ്പോൾ ഉമ്മ എൻ്റെ റൂമിൽ ഞാൻ ജസ്റ്റ് ഒന്ന് നടന്നൊക്കെ അയച്ച് ഇറങ്ങിയതാണ്. നല്ല ചൂടാണ് കേട്ടോ. മഴയില്ല ഇന്ന്, നല്ല അടിപൊളി ചൂട്. ഞാൻ ഏതായാലും റൂമിലേക്ക് പോട്ടെ, കുറച്ച് നടക്കും. ഓക്കെ, ബൈ. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ലേബർ റൂമിലേക്ക് പോകുന്നത് ട്രിപ്പ് ഇടാനാണ് വിളിക്കുന്നത്. അപ്പം പോയിട്ട് വരാം. അപ്പോൾ അങ്ങനെ വേദനയ്ക്കുള്ള ഡ്രിപ്പ് ഇടാൻ വേണ്ടിയിട്ട് നമ്മളിതാ ലാബ് റൂമിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് നോർമൽ ഡെലിവറി ആയിട്ടില്ല, സിസേറിയനാണ് ഉണ്ടായത്. അപ്പോൾ ഷെൻജുവിൻ്റെ സിസേറിയനായിരുന്നു. അപ്പം ഡെലിവറി സ്റ്റോറിയൊക്കെ എന്താണ് ഇൻഷാല്ലാ എപ്പോഴെങ്കിലും വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഡെലിവറി സ്റ്റോറി, അതുപോലെ എൻ്റെ പ്രഗ്നൻസിയിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇൻഷാല്ലാ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പം എന്താണ് അപ്പം നോർമൽ ഡെലിവറിൻ്റെ ഒന്നും ഇതിലല്ല, ഡെലിവറിൻ്റെ കാര്യങ്ങളൊന്നും ഇതിൽ പറയുന്നില്ല. ഇപ്പോൾ നമ്മുടെ ഡെലിവറിൻ്റെ ഡേൻ്റെ ആ ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇത് ബാക്കി കാണാം. ബാക്കി നമ്മളിത് സിസേറിയന് വേണ്ടി കൊണ്ടുപോകുന്ന വീഡിയോ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഗൈസ്, അങ്ങനെ ഇപ്പോൾ റൂമിലേക്ക് വന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടാ. അപ്പോൾ ഞാൻ എൻ്റെ സിക്സ് സെക്ഷൻ്റെ അതിൻ്റെ ഒരു പെയിനിലും കാര്യങ്ങളിലാണ്. ഇപ്പം അങ്ങനെ റിക്കവറായിട്ട് വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞിനെ കാണിക്കണ്ട. അപ്പം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വെച്ച് ക്യാമറ ഇങ്ങനെ ഓൺ ചെയ്താൽ കേട്ടോ. സത്യം പറഞ്ഞാൽ ഫോൺ നോക്കാനുള്ള മോഡോ ഫോണ് ഒന്നിനും ഒരു മോഡും ഉണ്ടായിട്ടില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഇൻഷാല്ലാ ജസ്റ്റ് അതായിട്ട് പോകാൻ പറ്റും, നമുക്ക് കാണട്ടോ. ഓക്കെ ഗൈസ്, നമ്മുടെ നേഴ്സ് വന്നിട്ട് കുഞ്ഞിക്കൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിട്ടോ. ചെറിയ കുഞ്ഞു ഹിമാലയത്തിൻ്റെ ഒരു ബോക്സ് വന്നിട്ടുണ്ട്, നമുക്ക് പൊട്ടിച്ചോട്ടോ. അപ്പോൾ ഗൈസ്, അങ്ങനെ ഇപ്പം ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് 4 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മളിന്ന് ഡിസ്ചാർജ് ആവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ആവുന്ന ടൈമിൽ കാണാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളിതാ പോകാൻ വേണ്ടിയിട്ട് ഫുൾ റെഡി ആയിട്ടാണ്. പക്ഷേ എങ്കിൽ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഡോക്ടറെ കണ്ടിട്ട് അടുത്തേക്ക് പോവാണ്. ഓക്കെ, ചേട്ടാ അല്ലേ? ഓരോ ഹോസ്പിറ്റൽ അതിന്റെ ലാസ്റ്റ് കുഞ്ഞിനോട് പറയാൻ എന്റെ ഹോസ്പിറ്റൽ ഇതാന്ന് പറയും. അതുപോലെ ആശുപത്രി മനസ്സിലെത്തുമ്പോൾ ആശുപത്രി ഇന്ത്യ ഹോസ്പിറ്റൽ മനസ്സിൽ പറയും.